ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ആര്യനും ആകാശും ആശുപത്രിയിൽ എത്തിക്കഴിയുമ്പം ബാലനോട് തിരക്കും, എന്താ അച്ഛൻ സംഭവിച്ചത്, എടത്തി എങ്ങനെയാണ് വീണത് എന്ന് ചോദിക്കുക. അപ്പം ബാലൻ പറയും, അത് വീണതാ, തെന്നി വീണതാ എന്ന് പറയൂട്ടോ. തെന്നി വീഴുകയോ, അതെന്താ, ആർക്കും ഒരു ശ്രദ്ധയില്ലായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ബാലൻ മിണ്ടാതിരിക്കും. എടത്തിയുടെ അവസ്ഥ ഇപ്പം എങ്ങനെയാ? ഇപ്പം ദേവിമോക്ക് കുഴപ്പമൊന്നും ഇല്ല എന്ന് ബാലൻ പറയാം. അപ്പം നമ്മുടെ കുഞ്ഞ് നഷ്ടപ്പെട്ടു എന്ന് പറയാണ് കേട്ടോ. അത് കേൾക്കുന്ന ആര്യനും ആകാശിനും ഒരുപാട് സങ്കടമാവുക. ആകാശ് അവിടെ ഒരു കസേരയിൽ ഇരുന്നുകൊണ്ട് കരയുക. നമ്മളെല്ലാവരും എത്രമാത്രം ആഗ്രഹിച്ചതാ അവൻ്റെ വരവിനായിട്ട്, എന്നിട്ട് ദൈവം നമുക്ക് ആ കുഞ്ഞിനെ നഷ്ടപ്പെടുത്തിയല്ലോ എന്നും പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുന്ന കാണുമ്പോൾ മീനു പറയും, ആകാശേ, നമുക്ക് എല്ലാവർക്കും സങ്കടമുണ്ട്, പക്ഷേ നമ്മളത് ഉള്ളിൽ ഒതുക്കണം. നമ്മൾ തകർന്ന് ദേവിയടുത്തിടെയും ആനന്ദേട്ടൻ്റെ മുന്നിൽ പോയി നിന്ന് അവരത് കൂടുതൽ തകരുകയുള്ളൂ. അതുകൊണ്ട് അവർക്ക് നമ്മൾ വേണ്ടേ ആശ്വാസമാകാൻ വേണ്ടി എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ സങ്കടപ്പെട്ടിരിക്കുന്ന ആര്യനോടും ഇതേ വാചകം തന്നെ മീനു പറയേ. പെട്ടെന്നാണ് ഡോക്ടർ ഇറങ്ങി വരുന്നത്. അപ്പോൾ ഡോക്ടറെ കാണുമ്പം അവരെല്ലാവരും അടുത്തേക്ക് ചെല്ലും. എന്നിട്ട് മീനു ചോദിക്കും, ഡോക്ടർ, ദേവിയടുത്തേക്ക് ഇപ്പം എന്താ അവസ്ഥ എന്ന് ചോദിക്കുമ്പം പറയും, ആ കുട്ടി വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. അറിയാലോ, കുഞ്ഞിനെ നഷ്ടപ്പെട്ട ഒരമ്മയാ, ഒരുപാടധികം ആ കുഞ്ഞിൻ്റെ വരവ് പ്രതീക്ഷിച്ചിരുന്ന ഒരമ്മ. അതുകൊണ്ട് തന്നെ ആ കുട്ടിയുടെ മാനസിക നില വല്ലാതെ തളർന്നിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ കുടുംബത്തിലുള്ള എല്ലാവരുടെ സ്നേഹവും കരുതലും സപ്പോർട്ടും ആ കുട്ടിക്ക് ഇപ്പം കരുത്താവേണ്ടത്. നിങ്ങളാരും സങ്കടപ്പെടുത്തുന്ന രീതിയിൽ ദേവിയുടെ മുന്നിൽ നിന്ന് സംസാരിക്കാതിരിക്കുക. അതുമാത്രമല്ല, ചെറുതായിട്ട് ആ കുട്ടി ഇപ്പം സൂയിസൈഡ് പ്രവണതയും കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് നല്ല ശ്രദ്ധ വേണം ദേവിയുടെ കാര്യത്തിൽ. മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കാനോ ഇടപെടാനോ ഒന്നും പാടില്ല. നിങ്ങൾ നൽകുന്ന കരുതലും സ്നേഹവും മാത്രമാണ് ആ കുട്ടിക്കുള്ള ഏറ്റവും നല്ല മരുന്ന് എന്നും പറഞ്ഞ് ഡോക്ടർ പോവാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ മീനു പറയും, കേട്ടല്ലോ ഡോക്ടർ പറഞ്ഞത്, നമ്മളെല്ലാവരും കൂടി വേണം ദേവിയെടുത്തിയെ ഈ ദുരിതത്തിൽ നിന്ന് കരകയറ്റി കൊണ്ടുവരാൻ. നമ്മൾ കൊടുക്കുന്ന ആശ്വാസവാക്കുകൾ അത്രയേറെ പ്രചോദനമാകുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. നമ്മൾ ആരും നമുക്ക് സങ്കടം ഉണ്ടെങ്കിലും ദേവിയെടുത്തിൻ്റെ മുന്നിൽ പോയി കരയാൻ നിൽക്കാൻ പാടില്ല എന്ന് എല്ലാവരും പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആര്യനും ആകാശം പറയും, ഞങ്ങളൊന്ന് ദേവിയടുത്ത് പോയി കണ്ടിട്ട് വരാം എന്നും പറഞ്ഞ് അകത്തേക്ക് കയറി ചെല്ലുക. അപ്പോൾ അവരെ കാണുമ്പം ദേവിക്ക് കൂടുതൽ സങ്കടമാവുക. നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചതല്ലേ ഈ കുഞ്ഞ് ജനിക്കാൻ, കൊച്ചന്മാരാകുന്നത് ഒക്കെ, എന്നിട്ട് ഈ കുഞ്ഞ് നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞ് ദേവി കരയാണ് കേട്ടോ. അത് കാണുമ്പം ആര്യനും ആകാശനും ഒരുപാട് സങ്കടം വരിക. ആര്യനടുത്ത് ചെന്ന് ദേവിയുടെ തലയിൽ ഇങ്ങനെ തലോടുവാണ്. സാരമില്ല എടത്തി, നമുക്ക് ഇത്രയേ വിധിച്ചിട്ടുള്ളൂ എന്ന് കരുതിയാൽ മതി. എടത്തി ഒന്നും ഓർത്ത് സങ്കടപ്പെടേണ്ട, ഞങ്ങളെല്ലാവരും ഇല്ലേ കൂടെ എന്ന് പറയുമ്പം ദേവി വീണ്ടും കരയും. ഞാൻ ഒരുപാട് ശ്രദ്ധിച്ചതായിരുന്നു, ഓരോ നിമിഷം ശ്രദ്ധിച്ച് തന്നെയാണ് മുന്നോട്ട് പോയത്, എന്നിട്ടും ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ എന്ന് പറയണേ. അത് കേൾക്കുന്ന ആകാശ് ചോദിക്കും, എന്താ ഇടത്ത് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? അപ്പോൾ പെട്ടെന്ന് അലോക തന്നെ തള്ളിയിടുന്നതും തൻ്റെ വയറ് ചെന്ന് സോഫയിൽ ഇടിക്കുന്നതും ഒക്കെ ദേവിയുടെ മനസ്സിലേക്ക് കടന്നു വരിക. അപ്പോൾ ഗോമതി അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഗോമതി ദേവിയുടെ കണ്ണ് കാണിക്കും, അവരോട് സത്യങ്ങളൊന്നും പറയരുതെന്ന്. അതൊക്കെ കാണുന്ന ദേവി പറയും, അത് എൻ്റെ ഭാഗത്ത് തെറ്റാ, ഞാൻ തെന്നി വീണതാ, മാറ്റി തട്ടിയാണോ? അതെ, മാറ്റി തട്ടിയാ വീണത്. അവിടെ വെള്ളം കിടക്കുന്നുണ്ടായിരുന്നു, ഞാൻ കണ്ടില്ല, അതുകൊണ്ടാണ് ഞാൻ തെന്നി വീണത്. ഞാൻ കാരണമാണ് എൻ്റെ കുഞ്ഞിനെ എനിക്ക് നഷ്ടപ്പെട്ടത്, എൻ്റെ ശ്രദ്ധയില്ലായ്മ കാരണമാണ് എന്നും പറഞ്ഞ് കരയും. ഏടത്തി ഇങ്ങനെ കരയല്ലേ, ഇങ്ങനെ സങ്കടപ്പെട്ടിരുന്നാൽ ഏടത്തിക്ക് വീണ്ടും വീണ്ടും കൂടുതൽ വിഷമിക്കേണ്ടി വരത്തേ ഉള്ളൂ. അതുകൊണ്ട് അത് മറക്കാൻ ശ്രമിക്കുക. മറക്കാൻ കഴിയില്ലെന്നറിയാം, എങ്കിലും ഉൾക്കൊണ്ടല്ലേ ഏടത്തി പറ്റൂ എന്ന് ആകാശ് ചോദിക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് മീനും ബാലനും കൂടി കയറി വരിക. അപ്പം അവരെ കാണുമ്പോൾ മീനുവിനോട് ചോദിക്കും, മീനു, ആനന്ദേട്ടൻ ബില്ലടയ്ക്കാൻ പോയതാണെന്നല്ലേ നീ എന്നോട് പറഞ്ഞത്, എന്നിട്ട് ഇതുവരെ എന്താ വരാത്തത്? ആനന്ദേട്ടന് എന്നെ ഒന്ന് വന്ന് കാണാൻ പറഞ്ഞുകൂടായിരുന്നോ എന്ന് ചോദിക്കും. അതെടുത്തി, ആനന്ദേട്ടൻ ഇപ്പം തന്നെ വരൂ കേട്ടോ എന്ന് മീനു പറയും. ഇതെന്താ ഇത്രയും സമയമായിട്ട് വരാത്തെ? എനിക്ക് ആനന്ദേട്ടനെ ഒന്ന് കണ്ടാൽ മതി, ആനന്ദേട്ടനെ കണ്ടാൽ തന്നെ എനിക്കൊരു ആശ്വാസം കിട്ടും എന്നൊക്കെ പറയാം. അപ്പം ബാലൻ പറയും, മോൾ വിഷമിക്കണ്ട, അച്ഛൻ വിളിച്ചുകൊണ്ട് വരാം, അവൻ ഓരോ തിരക്കുകളിൽ പെട്ടുപോയിട്ടാ, ആശുപത്രിക്കാരും ൊക്കെ അല്ലേ ഓടി നടക്കുക അവനെന്ന് പറയും. എനിക്കറിയാം, ആനന്ദേട്ടനാകെ തകർന്നു പോയി കാണും, എനിക്ക് എൻ്റെ ആനന്ദേട്ടനെ ഒന്ന് കാണണമെന്നുണ്ട്, ഒന്ന് കണ്ടാൽ മതി എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങുമ്പം ആകാശും ആര്യനും കൂടി പറയും, എടുത്ത് ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട, ഞങ്ങൾ പോയി ആനന്ദേട്ടനെ കൂട്ടിക്കൊണ്ട് വരാം എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ആനന്ദ് കിടക്കുന്ന റൂമിലേക്ക് അവർ രണ്ടുപേരോട് ചെല്ലുമ്പോൾ ആനന്ദ് അവിടെ കാണുന്നില്ല. അപ്പോൾ ആകാശ് ആര്യനോട് ചോദിക്കും, എടാ ഇവിടെയല്ലേ ആനന്ദേട്ടൻ കിടന്നത്? അതെ, ഈ റൂമിലാണെന്നാണല്ലോ മീനു എടുത്ത് പറഞ്ഞത്, ഇനിയിപ്പം
അപ്പം വാഷ്റൂമിലേക്കെങ്ങാനും കയറിപ്പോയോ എന്നും പറഞ്ഞ് അവരത് തുറന്നു നോക്കൂട്ടോ. അപ്പോൾ അവിടെ ഒന്നുമില്ല. ഇല്ല ഏട്ടാ, ഇവിടെ എങ്ങും കാണുന്നില്ലല്ലോ. പിന്നെ ഈ ആനന്ദേട്ടൻ എവിടെ പോയി എന്ന് ആകാശ് പറയാം. ആനന്ദേട്ടനും വല്ലാത്തൊരു മാനസികാവസ്ഥയിലല്ലേ, ഇനിയിപ്പം പുറത്തോട്ടെങ്ങാനും ഇറങ്ങിപ്പോയോ, അയ്യോ നമുക്ക് പോയി നോക്കാം എന്ന് പറഞ്ഞ് ആകാശും ആര്യനും കൂടി പുറത്തേക്ക് പോവുക. അപ്പം മീനും ബാലനും അങ്ങോട്ട് വരിക. എന്താ, എന്തു പറ്റി? അല്ല മീനും എടുത്തി, ആനന്ദേട്ടൻ ഈ റൂമിൽ തന്നെ അല്ലേ എന്ന് ആര്യൻ ചോദിക്കും. അതെ, പക്ഷെ ഇവിടെ ആനന്ദേട്ടൻ ഇല്ലല്ലോ. ഇല്ലെന്നോ? അകത്തുണ്ടെന്നേ, ഞാൻ അകത്ത് കിടക്കുന്ന കണ്ടിട്ടല്ലേ പുറത്തേക്ക് വന്നത്. ഇല്ല, ഞങ്ങൾ അവിടെ എല്ലാം നോക്കി, ആനന്ദേട്ടൻ ആ റൂമിലില്ല എന്ന് ആകാശം പറയണം കേട്ടോ. ഈ ഏട്ടൻ ഇത് എവിടെ പോയി? ഈശ്വര, ഏട്ടൻ വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. ഇനി പുറത്തോട്ടെങ്ങാനും പോയോ? വാ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് മീനും അവരുടെ കൂടെ നോക്കാനായിട്ട് കൂടുക. അപ്പോൾ ഇവരെല്ലാം അവിടെ എല്ലാം നോക്കുന്ന കണ്ടുകൊണ്ടാണ് ബാലൻ വരുന്നത്. എന്താ, എന്തു പറ്റി? അത് അച്ഛാ, ആനന്ദേട്ടൻ ആ റൂമിലില്ല എന്ന് മീനു പറയാം. ആ റൂമിലില്ലേ? അവനിത് എവിടെ പോയി പിന്നെ എന്ന് അപ്പോൾ ബാലൻ ചോദിക്കുക. ഏയ്, പുറത്തെവിടെയെങ്കിലും കാണും, ഞങ്ങൾ പോയി നോക്കിയിട്ട് വരാം എന്ന് പറയാണ് കേട്ടോ. അപ്പം ബാലൻ ഇങ്ങനെ ആലോചനയോടെ ഇരിക്കുക. ആനന്ദ് ഇത് എവിടെ പോയി? അവൻ്റെ ആ മാനസിക അവസ്ഥയൊക്കെ ബാലന് നന്നായിട്ട് അറിയാലോ. അപ്പം ആര്യനും ആകാശും പുറത്തൊക്കെ പോയി നോക്കിയിട്ട് വരും. അവിടെ ഒന്നും കാണുന്നില്ല. മീനും ആനന്ദിൻ്റെ ഫോണിലേക്ക് കുറേ തവണ വിളിക്കും കേട്ടോ. ഫോൺ ബെല്ലടിക്കുന്നതല്ലാതെ ആനന്ദ് എടുക്കുന്ന പോലുമില്ല. അപ്പം ആകാശിനെ വിളിക്കും. ആകാശെ, ആനന്ദേട്ടനെ പറ്റി വല്ല വിവരങ്ങളും ഉണ്ടോ എന്ന് ചോദിക്കും. ഇല്ല, ഞങ്ങൾ ഈ പുറത്തെല്ലാം നോക്കി, ഇവിടെ എങ്ങും കാണുന്നില്ല. ഞാനും ആനന്ദേട്ടനെ ഫോൺ വിളിച്ചു നോക്കി, പക്ഷെ ആനന്ദേട്ടൻ ഫോണും എടുക്കുന്നില്ല. ഇത് എവിടെ പോയോ? എനിക്ക് പേടിയാ, ഇനി വല്ല കടുങ്കയും ചെയ്യുവോ എന്നൊക്കെ മീന് പറയുമ്പം, ഏയ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല, ആനന്ദയുടെ സമാധാനത്തോടെ എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടാവും, ഇവിടെ എവിടെയെങ്കിലും കാണും എന്നും പറഞ്ഞ് നീ ഫോൺ വെച്ചോ, ഞാനൊന്നും കൂടെ നോക്കട്ടെ എന്നും പറഞ്ഞ് ആകാശ് അവിടേക്ക് പോവാണ് കേട്ടോ. ആര്യനും അവിടെ എല്ലാം നോക്കുവേ. ഇതേ സമയം ബാലൻ ആ ആശുപത്രിയുടെ തന്നെ ഒരു ഒഴിഞ്ഞ ഭാഗമുണ്ട്, അധികം ആൾക്കാരൊന്നും എത്തില്ലാത്ത, അവിടെ ഒന്ന് പോയി നോക്കും. അവിടെ ചെല്ലുമ്പം ബാലൻ്റെ സംശയം ശരിയെന്ന പോലെ ആനന്ദ് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആനന്ദിൻ്റെ അടുത്തേക്ക് ചെല്ലുക. മോനെ ആനന്ദ്, നീ എന്തിനാടാ ഇവിടെ വന്നിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് എന്ന് ചോദിക്കുക. അച്ഛൻ കണ്ടില്ലേ എൻ്റെ കുഞ്ഞ്, ഞാൻ എന്തുമാത്രം ആഗ്രഹിച്ചതാ എൻ്റെ കുഞ്ഞിനെ, എന്നിട്ട് അത് നഷ്ടപ്പെട്ടു പോയല്ലോ അച്ഛ എന്നും പറഞ്ഞ് കരയുക. മോനെ, അതുപോലെ തന്നെയല്ലേ ഈ അച്ഛന്, നിൻ്റെ കാര്യത്തിലും നിന്നെ എനിക്ക് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള പേടിയാ. നീ ഇങ്ങനൊരു മാനസികാവസ്ഥയിലേക്ക് വരാതെ സത്യത്തെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോടാ. നമുക്ക് നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടു, ഇനിയും അതിനെ ഓർത്ത് വേദനിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അച്ഛന് എന്നോട് എന്തുമാത്രം സ്നേഹമുണ്ടോ അത്ര തന്നെ സ്നേഹമല്ലായിരുന്നു അച്ഛ എനിക്കെൻ്റെ കുഞ്ഞിനോടും. ആ കുഞ്ഞിനെ എനിക്ക് നഷ്ടപ്പെട്ടത്. ഈ കൈകളിൽ അവനെ ആദ്യമായിട്ട് ഏറ്റുവാങ്ങുന്നതും അവൻ്റെ ഓരോ വളർച്ചയും എൻ്റെ കൺമുന്നിൽ കാണുന്നതുമൊക്കെ എന്തുമാത്രം ഞാൻ സ്വപ്നം കണ്ടതാണെന്ന് അച്ഛനറിയാവോ? എന്നും ഞാൻ കഥകൾ പറഞ്ഞു കൊടുക്കും, പാട്ട് പാടിക്കൊടുക്കും, നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും, എൻ്റെ കുഞ്ഞൊരു നല്ല മനുഷ്യനായിട്ട് വളരാൻ വേണ്ടി. എന്നിട്ട് അതെല്ലാം ഇല്ലെന്നായില്ലേ? ഗതികെട്ട അച്ഛന് എൻ്റെ കുഞ്ഞിനെ ഒന്ന് കാണാൻ പോലും സാധിച്ചില്ലല്ലോ, അതിനു മുന്നേ തന്നെ അവൻ പോയില്ലേ, മാഞ്ഞു പോയില്ലേ എന്നും പറഞ്ഞ് കരയുക. എടാ, നീ ഇങ്ങനെ കരയല്ലേടാ, നീ ഇങ്ങനെ തകർന്നു പോയാൽ ഞങ്ങൾക്കത് താങ്ങാൻ പറ്റുമോ? എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ മുഖം ഓർത്തിട്ടാ ഞാനിവിടെ പിടിച്ചു നിൽക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയേനെ. എനിക്ക് പറ്റില്ല അച്ഛാ, ഇനി നമ്മുടെ വീട്ടിലേക്ക് എനിക്ക് കയറി വരാൻ പോലും തോന്നുന്നില്ല. നീ എന്തൊക്കെയാടാ ഈ പറയുന്നത്? നീ നാട് വിട്ടുപോയാൽ ഞങ്ങൾക്ക് സന്തോഷമാകുമെന്നാണോ നീ കരുതുന്നേ? പിന്നെ ഞങ്ങളുടെ അവസ്ഥ എന്താ? ഞാനും ഗോമതിയും ഇവിടെ നീർ ജീവിക്കില്ലേ? എൻ്റെ പൊന്നു മോനെ, ഇങ്ങനെയൊന്നും നീ ചിന്തിക്കില്ലേടാ. നിനക്ക് സങ്കടം ഉണ്ടെങ്കിൽ നീ കരഞ്ഞോ, ഈ അച്ഛൻ്റെ മുന്നിലിരുന്ന് കരഞ്ഞോ, പക്ഷേ എങ്ങോട്ടും ഇറങ്ങിപ്പോകുന്നതിനെ പറ്റി ഒന്നും നീ ചിന്തിക്കില്ലേടാ എന്ന് പറയാം. വല്ലാത്തൊരവസ്ഥയില അച്ഛ, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് തന്നെ അറിയില്ല, എനിക്ക് മരിക്കാനൊക്കെയാണ് തോന്നുന്നേ. അപ്പോൾ പെട്ടെന്ന് വാ മൂടുട്ടോ ബാലൻ ആനന്ദിൻ്റെ. ദേ, നീ ഇങ്ങനെയൊന്നും പറയരുത്, നിനക്കൊരു കുഴപ്പമില്ല, നമ്മുടെ സങ്കടങ്ങളെല്ലാം മാറും, ദൈവം ഇതൊക്കെ കാണുന്നില്ലേ? ഒരു ദുഃഖം ഉണ്ടെങ്കിൽ ആ ദുഃഖങ്ങളൊക്കെ മായും മോനെ, നീ സങ്കടപ്പെടല്ലേ, നിന്റെ സങ്കടങ്ങളൊക്കെ നീ കരഞ്ഞു തീർത്തോ, പക്ഷേ ഇറങ്ങിപ്പോകുന്ന കാര്യവും മരിക്കുന്നതിനെ പറ്റിയും ഒന്നും നീ ഇനി ചിന്തിക്കുക പോലും ചെയ്യരുത് എന്ന് പറയേ. അത് കേൾക്കുമ്പം ആനന്ദ് ബാലനെ കെട്ടിപ്പിടിച്ച് കരയാണ് കേട്ടോ, വളരെയേറെ വേദനയോടെ പൊട്ടിക്കരയുക. അത് കാണുന്ന ബാലന് സങ്കടമാവുക, പക്ഷെ അവൻ കരഞ്ഞ് തൻ്റെ സങ്കടങ്ങളൊക്കെ തീർക്കട്ടെ എന്ന് കരുതി ബാലൻ ഒരാശ്വാസം പോലെ പയ്യെ അവനെ ചേർത്ത് പിടിച്ച് പുറത്ത് തടവി കൊടുക്കുക. അപ്പോൾ അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ്സ് വഴി എന്നെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.